മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ, അതുപോലെ തന്നെ നിറം മങ്ങൽ, ഡെഡ് സെൽസ് എല്ലാം അക്യുമുലേറ്റ് ആയി നമ്മുടെ മുഖം ഒന്ന് ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് റെജുവിനേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിറം വയ്ക്കാനും അടിപൊളിയാണ്, നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവുക എന്നും ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുക എന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്തതെന്ന് കാണിച്ചു. നമ്മുടെ യെല്ലോ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ബൗളിലാണ്. കാര്യം എൻ്റെ ഫസ്റ്റ് ഞാൻ ഈ ഒരു ബൗളിൽ പ്രിപ്പയർ ചെയ്ത ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് വൈറലായതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് വൈറലെന്ന് വെച്ചാൽ കുറേ വ്യൂസ് കിട്ടിയത് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പം ഞാനിവിടെ നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബ്രൂവിൻ്റെ തന്നെ വേണമെന്നില്ല, ഏതൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും യൂസ് ചെയ്യാം. ഒരുപാട് തരികളുള്ളത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന കോഫി പൗഡേഴ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. വേറൊന്നും കൊണ്ടല്ല, അത് തരിതരിപ്പ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് എത്ര പ്യുവർ ക്വാളിറ്റിയിൽ നല്ല കോഫി പൗഡർ കിട്ടുമോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തൈരാണ്. ഇത് രണ്ടും മെയിനാണ്. ഇത് രണ്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. രണ്ട് ഇൻഗ്രീഡിയൻസും എടുക്കുക. തൈര് നല്ല കട്ട തൈരാണ്, കണ്ടോ, ഇങ്ങനെ കുടുകുടാന്ന് മഞ്ഞ് പോലെ ഇരിക്കുകയാണ് തൈര്. അപ്പം ഈ തൈരും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. തൈരിൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ്. സ്കിൻ നന്നായിട്ട് വൈറ്റൻ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു കരിവാളിപ്പ്, ഒരു ഡൾനെസ് അതൊക്കെ മാറ്റി പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും ഡ്രൈ സ്കിന്ന് കാരണമാണ്. ഡ്രൈ സ്കിൻ കാരണം നമുക്ക് ഒരു പ്രസരിപ്പും ഇല്ലാത്ത പോലത്തെ മുഖമായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് യൂത്ത്ഫുൾ ഗ്ലോ, അതായത് പ്രായമാകുന്ന റിങ്കിൾസ് ഒക്കെ വരുന്നതുണ്ടല്ലോ, അതൊക്കെ തടഞ്ഞ് നമുക്ക് നല്ലൊരു യൂത്ത്ഫുൾ ഗ്ലോ തരാനായിട്ട്, യങ് ലുക്കിംഗ് ഒരു സ്കിന്ന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നിറത്തിനപ്പുറത്ത് നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ റെജുവിനേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂത്ത്ഫുൾനെസ് നമുക്ക് കിട്ടുന്നത് വളരെ അധികമാണ്. കാര്യം നമുക്ക് എപ്പോഴും നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ഡള്ളായിട്ടുള്ളൊരു ഫേസ് തോന്നത്തില്ല. ഭയങ്കര ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫേസേ തോന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഐറ്റമാണ്. യൂസ് ചെയ്യാം, സൂപ്പർ റിസൾട്ട് കിട്ടും. അതോടൊപ്പം കോഫി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഡെഡ് സെൽസ്, എത്ര നാളുള്ള ഡെഡ് സെൽസ് ആണെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യണം. അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. ഈ 2 ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ. ഇതിലിപ്പം എന്താണെന്ന് ചോദിക്കരുത്. തൈര് മാത്രമായിട്ട് എടുത്ത് അപ്ലൈ ചെയ്താൽ പോലും അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ കോഫി പൗഡറും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്താൽ അടിപൊളിയാണ്. ഒരു 4 ദിവസം, ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമില്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആദ്യമായി ഞാൻ പറയാം, ഈ ഒരു പാക്ക് നമുക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നത് മാറ്റാനായിട്ട് സഹായിക്കും. സോ നമ്മുടെ ചുണ്ടിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഫുൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ്, മുഖം മുഴുവനും വേണ്ടിയിട്ടാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിന്നിൽ മുഴുവനായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്ത് എളുപ്പമാണ്, വളരെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബട്ടർ മിൽക്ക് പോലെ ഇരിക്കുന്ന തൈര് വേണമെങ്കിലും എടുക്കാം, പക്ഷെ അതിങ്ങനെ ഒലിച്ച് വരും. അതുകൊണ്ട് തന്നെ കട്ടത്തൈരായിരിക്കും കുറച്ചും കൂടെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. കോഫി പൗഡർ വളരെ നല്ല രീതിയിൽ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്ക്രബ് മസാജ് കൊടുത്ത് വാഷ് ചെയ്യാം. അത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് തൈര് ഒട്ടും തന്നെ സെറ്റ് ആവത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക. പാലും അതുപോലെ തന്നെ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തെടുക്കാം. ഇനി കുറച്ച് തൈര് യൂസ് ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി
തൈരും അതുപോലെ ബാക്കി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം. പക്ഷേ ഇത് ഒലിച്ച് വരും. അതൊന്ന് മാനേജ് ചെയ്യാം. മുന്നത്തെ വീഡിയോയിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയും പ്രോബ്ലം ഉണ്ടാവത്തില്ല. നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാകുമ്പോൾ നല്ല കട്ടിയായിരിക്കും. സോ നമുക്ക് കഴുത്തിലും മുഖത്തും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ മുഖത്തും കഴുത്തിലും മാത്രമല്ല, നമുക്ക് കയ്യിലും കാലിലും ഒക്കെ ഈ ഒരു പാക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ സ്കിൻ സെൽസിനെ റിപ്പയർ ചെയ്ത് റിജുവിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഞാനിതെൻ്റെ കാലിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിൽ നല്ല രീതിയിൽ ചെരുപ്പിടുന്ന ഭാഗത്ത് മാത്രം നല്ല ഭംഗിയായിട്ട്, ബാക്കി തുറന്ന ഭാഗത്തൊക്കെ എക്സ്പോസ് ആകുന്ന ഭാഗത്തൊക്കെ സൺ ടാൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോയാലും കുറച്ച് നേരം കഴിയുമ്പം സൺസ്ക്രീനിൻ്റെ ആ ഒരു എഫക്റ്റ് പോകും. അപ്പോഴേക്കും നമുക്കത് വീണ്ടും ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ നാളുണ്ടാകുമ്പോഴേക്കും നല്ല രീതിയിൽ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലിൽ അത്രമാത്രം റിസൾട്ട് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി എൻ്റെ ആ ഒരു ടാൻ മാറിക്കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഫുള്ളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിലൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്ര റിസൾട്ട് കിട്ടാനും വളരെയധികം വൈകും. അതുപോലെ തന്നെ നമ്മൾ ഓരോ തവണയും പാക്ക് ഇടുമ്പോൾ ഗ്യാപ്പ് കുറേ കൂടുതൽ വരികയാണെങ്കിൽ സ്കിൻ അവിടെ ഡാമേജ് ആവാനും നമ്മൾ വെയിലത്ത് എക്സ്പോസ് ആയിട്ട് വീണ്ടും അവിടെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു വ്യത്യാസം അറിയാത്ത പോലെ തോന്നും. സോ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നത്. സോ ഞാനിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്താൽ 100% റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇനി ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാമെന്ന് നോക്കിയാൽ ഒരു 15 വയസ്സെങ്കിലും മിനിമം ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഇത് യൂസ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഏജ്, അതിന് മുകളിൽ നിങ്ങൾ എത്ര ഏജ് വേണോ നോക്കിക്കോ, അതിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് ഈ 2 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2ഉം ചേരത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ചേരുന്ന ഒരു ഫേസ് പാക്ക് മാത്രമേ നിങ്ങളുടെ സ്കിന്നിന് എടുക്കുകയുള്ളൂ. അത് മാത്രം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സോ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അപ്ലൈ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ്, നല്ലതല്ലാത്ത പോസിറ്റീവ് അല്ലാത്തൊരു ചേഞ്ച് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കുറേ നാൾ നിങ്ങളൊന്നും ചെയ്യേണ്ട. എന്തായാലും ഇത് വളരെ നാച്ചുറലായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല. എന്നിരുന്നാലും ചെറിയ മുഖക്കുരുവോ ഓയിലിനെസ് കൂടുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ മാത്രം നിങ്ങളത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുക. പിന്നെ അത് വിട്ടിട്ട് വേറെ ഏതെങ്കിലും അടിപൊളിയായിട്ടുള്ള വേറെ ഇഷ്ടംപോലെ ഫേസ് പാക്സ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാനിവിടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് ഞാനിങ്ങനെ ഫേസിൽ വെച്ചിരുന്നിട്ടാണ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ തന്നെ വെച്ചിരിക്കുക. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ല രീതിയിൽ സ്കിൻ റെജുവിനേറ്റ് ആകും. അപ്പോൾ നമുക്കിത് രാത്രി സമയത്ത് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നല്ല രീതിയിൽ സ്കിന്നിനെ റിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തിട്ട് കിടക്കാം. അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസറെങ്കിലും ഇട്ടിട്ട് കിടക്കുക. അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. നിങ്ങൾ വേറെ ഒരു പാക്കും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ്. ഇത് മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനും 1 സ്റ്റെപ്പ് സൊല്യൂഷനാണ്. പാടുകളുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ദിവസം അവിടെ മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ പാടുകളൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനത്തെ കുറച്ച് നുറുക്ക് വിദ്യകളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്ത് റിപ്പയർ ചെയ്യണം എന്നില്ല. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ ഇഷ്ടം പോലെ പാക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. സോ എൻ്റെ സ്കിന്ന് കണ്ടോ എന്തുമാത്രം ഗ്ലോയിങ് ആയി, നല്ല അടിപൊളി സപ്പിൾ സ്കിന്നായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ സ്കിന്ന് ഹൈഡ്രേറ്റ് ആവും. സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു പരിധി വരെ ഒരു ഡൾനെസ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.